ഇന്ദ്രനീലമഹാശാലാതഗ്രേ ബഹുവിസ്തൃതഃ സമ്പൂർണ കുഞ്ചൻ കുഞ്ചൻ മത്രമധുരദാഗന്ധപൂരതദിഗ്ഗണാവനിതാനാം സുഗന്ധൈസ്തുമണിഗ്രീവം സുവാസിതം ശൃംഗാരം. ഈ സമയത്ത് പറന്നിറക്കാനുള്ളവർക്കും ഒക്കെ വന്ന് പറ സമർപ്പിക്കാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, എല്ലാവരും ഇരുന്ന് കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. ശൃംഗാരമണ്ഡലേ ദേവ്യോഗായന്തി വിവിധൈശ്വരീ സമാസരോ ദേവവശാമധ്യേ ശ്രീ ജഗദംബിക മുക്തമണ്ഡപമധ്യേതോ മോചയത്യനിശം ശിവാജ്ഞാനോപദേശം ഗുരുതേ തൃതീയേ നവമണ്ഡപേ ചതുർത്ഥമണ്ഡപേ സൈവ ജഗൽ രക്ഷാവിചിന്തനം മന്ത്രിണീ സഹിതാ നിത്യം കരോതി ജഗദംബിക ശാന്താമണിഗൃഹേ രാജൻ ശക്തിതത്വാത്മദേ പരേ സോപാനേർദശപരിയുക്തോ മഞ്ജഗോപ്യധിരാജതേ ബ്രഹ്മാ വിഷ്ണുശ്ച രുദ്രശ്ച ഈശ്വരശ്ച സദാശിവായേതേ പഞ്ചപുര പ്രോക്താ ജലീലാർത്ഥം ദ്വിധാഭൂതാ ബഭൂവഃ സൃഷ്ട്യാദൂതോ സൈവായം ദദർദാംഗോ മഹേശ്വര ഗന്ധർപ്പദർപ്പരാ ശ്രോദ്യൽ ഗോപി ഗന്ധർപ്പസുന്ദര ശ്യാമണിഭൂഷണഭൂഷിത ഹരിനാദേവി പരശുന്വരം ജാജ്ഞബാഹുഭേ പ്രദധാര ഷോഡശാബ്ദോസൗ ദേവ സർവേശ്വരോ മഹാൻ രാജ്ഞോ വജസ്സുദ്വാ ധ്രുവവാചാമനിസത്തമ ആദ്യാചർമ്മയാദട്ടം ദേവലോകേ നൃവോത്തമ തന്വേദികം പ്രാപ്ത സുൽസകാശേ സുവിസ്മിത പിതാദേ ദുർഗതിം പ്രാപ്തോ നിജ കർമ്മ വിവൃത്തിയാൽ സൈവായം ദിവ്യരൂപകൽഭോത്വാധുനേവകേ ദേവദേവേ സദാ സമ്യവത്സരോധേ സവന്ദത വിമാനപരമാരോഹ്യ മണ്ഡദ്വീപം ഗുദോപവൽ ദേവി ഭാഗവതസ്യ ശ്രവണോദ്ധവനേന ച അംബാമകലബലേനാഭി വിദാമേ തപതിം കഥ തന്നോസേ ഗതഗത്യോസി ജീവിതം സഫലം തവ നരകാദുർദശസ്വാസ്തയാ സോകുലഭൂഷണ നൈവലോകേ സുരീകീർത്തി സവദ്യം കുലഭവേൽ സൂതകുവാച ആനന്ദോക്തം സമാകന്യ പരമഗദ്ഗതിരാന്തര ഭവാനാഭാനാം ഭുജയോര്യാസസ്യാത്ഭുതകർമ്മണ തവാനുഗ്രഹദോ ദേവ ഗതാതോകം മഹാമുനെ കിമ്മയാ വികർത്തവ്യം നമസ്കാരാതേ തവ അനുഗൃഹാദ്യാസദേവാഗമേവൈവ ത്വയാമുനെ രാജ്ഞോ വനസുദ്ധിൽ വ്യാസീൽ ധീരഭിനന്ദിത വാജവചനം ശ്രേഷ്ഠമാണി രുദ്രാംഗാരിത ദേവീ ഭാഗവതസ്യ കലാംനാഗന്ധി ഷോഡശമ സാരമേൽ പുരാണാനം വേദാനം ദൈവ സർവസ മൂലപ്രകൃതിരേവൈഷ യത്ര പ്രതിപാദ്യതേ സമം തേന പുരാണം സ്യാൽ കാൽധാമന്യനൃഭോത്തമ പാഠേ വേദസമം പുണ്യം ദിസ്യാസ്യാൽ ജനമേജയ പഠിതവ്യം പ്രയത്നേന തഥൈവാവിധോത്തമേ ഇത്യുക്ത്വാൻ രൂപര്യന്തം ജഗാമാമനിരാൽ തഥാ ജന്മസ്ഥേവാവിധാസ്ഥാനം ധൗമ്യാദിമുനിയോമല ദേവീ ഭാഗവതസേവ പ്രശംസാം ചക്രുടുത്തമ രാജാ ശശാസാധരണീം തഥാ സന്തുഷ്ടമാനസ ദേവീ ഭാഗവതം ചൈവ പഠൻ ശുണ്ണൻ നിരന്തരം ദേവീ ഭാഗവതേ ദ്വാദശസ്കന്ധേ ത്രയോദശോധ്യായ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ലക്ഷ്മി നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ. അമ്മേ നാരായണ ലക്ഷ്മി നാരായണ അമ്മേ നാരായണ അമ്മേ നാരായണ ലക്ഷ്മി നാരായണ അമ്മേ നാരായണ ദേവി
നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ ദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായേ നമഃ. ഇന്നത്തെ ഇനിയൊരു അധ്യായം നമുക്ക് വായിക്കാൻ വിരാജിത തപ്തകാഞ്ചന സന്നദ്ധ വൈഡൂര്യാംഗദഭൂഷണ ജഗദംബികായി നവാകനക്ഷേതംഗതാടംഗ വിടംഗവദനംബുജ ലലാടകാന്തി വിഭവ വിജിതാർത്ഥ സുധാകര ബിംബകാന്തി തിരസ്കാരിരതനച്ഛതവിരാജിത ലസൽ കുങ്കുമ കസ്തൂരി തിലകോൽഭാസിദാനന ചൂടാമണി സ്മാര ചന്ദ്രക സൂര്യക ഉദ്യൽ കവി വിസ ഉദ്യൽ കവി സമസ്വച്ഛനാസാഭരണ ഭാസുര സിന്ധാകലംബിത സ്വച്ഛ മുക്ത ഗുച്ഛ വിരാജിത പാടീര പങ്കകർപ്പൂര കുങ്കുമാലങ്കൃതസ്തനി. ആ പുരാണത്തിന്റെ മഹത്വം ഒന്നുകൂടി വ്യക്തമാക്കിയിട്ടുമാണ് ഓരോ പുരാണങ്ങളും സമർപ്പിതമാകുന്നത്. നമ്മളിത് 36 പുരാണങ്ങളിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ദേവീ ഭാഗവതം, 18 പുരാണങ്ങളിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ 18 കൂടി ചേർന്നതിലാണ് ദേവീ ഭാഗവതം പ്രസിദ്ധമാകുന്നത്. കാരണം ദേവീ ഭാഗവതമായപ്പോഴേക്ക് ഈ 18 വീണ്ടും ഒരു 18 കൂടി എന്തായി കൂടിച്ചേരലായിരുന്നു. അതുകൊണ്ട് 36 പുരാണങ്ങളുടെ ആ ഒരു സാരം എന്നുള്ള രീതിയിൽ നമുക്ക് ദേവീ ഭാഗവതത്തെ സ്വീകരിക്കാം. പലരും ചോദിക്കുന്നുണ്ട്, എന്താ ദേവീ ഭാഗവതത്തിന്റെ പ്രത്യേകത? ഭാഗവതത്തിൽ ഇല്ലാത്തത് ദേവീ ഭാഗവതത്തിലുണ്ട്. ഇനി ദേവീ ഭാഗവതത്തിൽ സംശയം തോന്നിയാൽ എന്ത് ചെയ്യാം? ഭാഗവതം നോക്കാം. അപ്പൊ രണ്ടും കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോന്നിന്റെയും ആ മാറ്റവും അതിന്റെ മഹത്വം വ്യക്തമാവും. മാത്രമല്ല അധ്യായ പഞ്ചകം ത്വേതൽ പഠേ നിത്യം സമാഹിത തേന ജായതേ ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ ദ്വാദശോധ്യായ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായേ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായ നമഃ. ത്രയോദശോധ്യായ വ്യാസ ഉവാച ഇതം ഭൂപായിൽ പൃഷ്ടം തയാനക നാരായണേണ ചരിത്രോക്തം നാരദായ മഹാത്മനെ ശുദ്ധേതത് മഹാദേവ്യാ പുരാണം പരമത്ഭുതം ഗതഗദ്യോ ഭവേൽമദ്യോ ദേവ്യാ പ്രീതമോഹിസ കുരോചാഭാഗം രാജൻ സപിത്രായ വേഗിന്നോ സീന രാജേന്ദ്രപതിയജ്ഞം ശബ്ദവും വെളിച്ചവും നൽകിയവര് ഇങ്ങനെ എല്ലാം അതൊക്കെ അതിനൊക്കെ ഉപരിയായിക്കൊണ്ട് അനേക വർഷങ്ങൾക്ക് മുമ്പില്ലാത്ത ഒന്ന് ഈ വർഷമുണ്ട്. എന്താ എന്തിന്റെ ഉള്ളാമിരിക്കുന്നതൊന്നും ഈ കൊല്ലം വാഴപ്പൊക്കെ എന്തായി ചുറ്റും സുഖമായിട്ടിരുന്ന്, ചൂടില്ല തണുപ്പില്ല, അല്ലേ, എന്താണ് മഴയില്ല, ഒന്നും ഏൽക്കാണ്ട് സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ പാകത്തിന് അതിഗംഭീരമായിട്ടൊരു എന്താണ് ഇത് നടപ്പന്തെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അല്ലേ, ചുറ്റും ഉള്ളതായിട്ടുള്ള ആ ഒരു സംവിധാനം. ഇതിലൊക്കെ ധാരാളം ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇനിയും പ്രവർത്തകർക്ക് ചെയ്യാൻ അതിനുള്ള ആയുരാരോഗ്യ സൗഖ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. സമർപ്പിക്കാനുള്ള എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മളൊക്കെ അമ്മയെ ചേർന്ന് നിൽക്കുക, അമ്മ നമ്മളെ ചേർത്ത് പിടിക്കും. അത് തന്നെയാണ് പ്രധാനം. ശ്രീകുടുംബ ഭഗവതിയായിട്ടുള്ള കൊടുങ്ങല്ലൂരമ്മ നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കും. അത് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലെ, പ്രഹ്ലാദൻ പ്രാർത്ഥിച്ചതുപോലെ ഭഗവാനോട് പ്രഹ്ലാദൻ എന്താ പ്രാർത്ഥിച്ചത്? എന്നെ ഉപേക്ഷിക്കരുത് എന്ന് മാത്രമാണ്. വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ടതില്ല. നമുക്കും അതെ ദേവിയോട് പ്രാർത്ഥിക്കാനുള്ളത് എന്താണ്? അമ്മ എന്നെ ഉപേക്ഷിക്കരുത്. അമ്മയോട് കൂടി ചേർത്ത് അമ്മയുടെ പുത്രനെ പോലെ അമ്മയുടെ പുത്രിയെ പോലെ ചേർത്ത് നിർത്തണേ എന്നുള്ളതായിട്ട് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദേവി ഭാഗവത നവാഹയജ്ഞം എന്നതിനെ വളരെ ആനന്ദപൂർവ്വമായിക്കൊണ്ട് സന്തോഷത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം. ആ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശ്രീനാമവേദ സിദ്ധാന്തബോധകം ഉപദിഷ്ടം വിഷ്ണവേയൽ വടപുത്ര നിവാസിനെ ശതകോടി പ്രവിസ്തീർണം തൽകൃതം ബ്രഹ്മണ പുരാ തൽസാരമേകദക്തത്വാസഹേനാശുഭേദവേ അഷ്ടാദശസഹസ്രം ദോദ്വാദശസ്കം പ്രസംയുതം ഭാഗവതം നാമ പുരാണം ഗ്രഹിതം പുരാ അദ്യാപുദേവലോകേ തൽ ബഹുവിസ്തീർണമസ്തി സമർപ്പണം ചെയ്തവരുടെ പേരുകൾ വിളിക്കുകയുണ്ടായി. അവരെ മുന്നോട്ട് വന്ന് മാതൃസമിതിയുടെ കയ്യിൽ നിന്ന് സമർപ്പണങ്ങൾ വാങ്ങി ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുക. പേര് വിളിച്ചവരൊക്കെ വന്ന് സമർപ്പിക്കുന്നതാണ്. പൗരാണികം പൂജയിത്വ
സ്വസ്തിനീം സാഹരം പ്രദാം സവത്സാം ച കപിലാം മമാലിനീം മോചയൻ ബ്രാഹ്മണാനന്ദേഭ്യധ്യായ പരിസംവിധാൻ സുവാസിനീ സ്ഥാവതീശ്ച കുമാരീർവടുവിൽ സഹ ദേവീ ബുദ്ധ്യാ പൂജയേതാൻ വസനാഭരണാദിഭിः പായസാന്നവരേണാഭിः ഗന്ധസ്രകുസുമാദിഭിः പുരാണദാനേനൈതേന ഭൂദാനസ്യ ഫലം ലഭേ ഇഹ ലോകേ സുഖീ ഭൂതോ ഭുക്ത്വാപ്യന്തേ ദേവീ പുരം പ്രജേ യജ്ഞം യശൃണുയാൽ ഭക്തിയാ ദേവീ ഭാഗവതം വരം ന തസ്യ ദുർലഭം കിഞ്ചിൽ കദാചിൽ ക്വചിദസ്തി അപുത്രോ ലഭതേ പുത്രാൻ ധനാർത്ഥി ധനമാപ്നുയാൽ വിദ്യാർത്ഥി പ്രാപ്നുയാൽ വിദ്യാം കീർത്തിമണ്ഡിത ഭൂതല വന്ധ്യാ വാ കാകവന്ധ്യാ വാ മൃതവന്ധ്യാ ചായാംഗനാ ശ്രവണാദസ്യ തദ്ദോഷാൻ നിവർത്തേത ന സംശയഃ യജ്ഞേ പുസ്തകം ചെയ്തത് പൂജിതം യതിഷ്ഠതി തദ്ഗേഹം താത്യജേ നിത്യം രമാ ചൈവ സരസ്വതി ശ്രീ ജഗദംബികായേ നമഃ നേക്ഷത്രേ തത്ര വേതാളരാഗിനീ രാക്ഷസാദയ ജ്വരീകം തു നരം സ്പൃഷ്ട്വാ പഠേതേതൽ സമാഹിതഃ മണ്ഡലാനാശമാപ്നോതി ജ്വരോദാഹ സമന്വിത ശതാവൃത്യാസ്യ പഠനാൽ ക്ഷയരോഗോ വിനശ്യതി പ്രതിസന്ധ്യം പഠേദ്യസ്തു സന്ധ്യാം കൃത്വാ സമാഹിത ഏകൈ പ്രീതയേ നിത്യശോമുനേ പഠിതവ്യം പ്രയത്നേന വിരോധോ മാത്ര കസ്തിചിൽ വാസനാതു സർവേഷാം ശക്തിയുക്താസ്തി സർവദാ തച്ഛക്യോരേവ ദോഷാർത്ഥം പഠിതവ്യം സദാ ദ്വിജൈഃ സ്ത്രീ ശൂദ്രോ ന പഠേതേതൽ കദാപി ച വിമോഹിത ശൃണുയാത് ദ്വിജപത്രാത്മനിത്യമേവേതി ച സ്ഥിതി കിം പുനർബഹുനോക്തേന സാരം വക്ഷ്യാമി പരമ്പരകൾ ഇവിടുത്തെ പ്രവൃത്തികൾ ഓരോന്നും ചെയ്യുന്നതായിട്ട് മഹമാരും ഓരോരുത്തരും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ചെയ്യാറുള്ളത്. ഓരോരുത്തരെയും പേര് പറഞ്ഞ് ദേവിയുടെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ. ആത്മാർത്ഥമായിക്കൊണ്ട് ഈ ഒരു ശ്രീകുടുംബ അമ്പലത്തിലെ ഈ ഒരു സന്നിധിയിൽ എത്രയോ തവണ എത്തിച്ചേരാൻ സാധിച്ചത് അമ്മയുടെ ആ കാരുണ്യവും നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും അനുഗ്രഹവുമാണ്. അപ്പോൾ ഇനിയും അനുഗ്രഹ വർഷം ഉണ്ടാകട്ടെ. ഇനിയും ഈശ്വരോപാസന ചെയ്യാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. മറ്റു പ്രാർത്ഥനകളൊന്നുമില്ല. ഓരോ ദിനവും ഭാഗവതത്തെ കൊണ്ടും ദേവി ഭാഗവതത്തെ കൊണ്ടും ദേവിയുടെ മന്ത്രങ്ങളെ നാമങ്ങളെ ജപിച്ചുകൊണ്ടും വേണ്ട പോലെ ജീവിത യാത്രയെ പൂർണ്ണമാക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥന അതിൽ നിങ്ങൾ ഓരോ സജ്ജനങ്ങളുടെയും അനുഗ്രഹത്തിനായിട്ട് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ ഇങ്ങോട്ട് അനുഗ്രഹിക്കാൻ നിങ്ങൾ ഓരോ സജ്ജനങ്ങൾക്കും അതിന് സാധിക്കും. ഈ യജ്ഞം കേട്ടവർക്കൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടതായിട്ട് അനുഗ്രഹങ്ങളിലൂടെ നിങ്ങൾ എന്നില്ല, നമ്മൾ ഓരോരുത്തരും ആ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിട്ടുള്ളവരാണ്. അതുകൊണ്ട് അമ്മയെ വീണ്ടും വീണ്ടും അനേക കോടി നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ആ സമർപ്പണ രംഗത്തിലേക്ക് പ്രവേശിക്കാം. ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ മന്ദതനൂജനയായുള്ളൊരു ദേവിയെ വന്ദന കൂടാതെ കാണാകണം. ശ്രീമാതപത്മവും പൊഞ്ചിരം വികതും ശ്രീദേവി നിത്യവും കാണാകണം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ കൂകളാലും കാണാകണം. കണ്ണാടി പോലെ വീളങ്ങുങ്കാവിൽ തടം കുണ്ടല ശോഭയും കാണാകണം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ അഞ്ജനം കൊണ്ടെഴുതുന്ന മിഴികളും ചില്ലിയും നല്ലൊരു നാസികയും അല്ലൽ കളയുവാൻ എന്നോടെ മനസ്സിൽ എല്ലായ്പ്പോഴും വിളയാടിയേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ പഞ്ചമി ചന്ദ്രനെന്നൊരു നെറ്റിയും ചാന്തും കൂലികളും കാണാകണം. കേശഭാരം കെട്ടി മാലകളും ചാത്തി വേഷമകരുവൻ കാണാകണം. അമ്മേ നാരദി ദുഃഖവിനാശിനി സത്യതീകരണം സമ്പൂരാതി
ശരണം മേ തവ ശരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം ഗുരുഭവന പുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ശരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ മഹിഷാസുരമർത്തിനി ഭഗവതി ദുഃഖവിനാശിനി ആദിമഹേശ്വരി പാർവതി ശങ്കരി ആദിമഹേശ്വരി പാർവതി ശങ്കരി ഹരിഹരപുത്ര അക്ഷരവത്സര സംഗമപുത്രേ സങ്കടനാശര രാധാരമണ മുകുന്ദ മുരാരേ